പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോട് കൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തിലെയും നാഥായി നയിക്കും. ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ
ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്?
നിന്റെ ഇടയിലുള്ള ചൈതന്യത്തിൽ നിന്നും ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. ജനത്തിലെ ചുമതല നിന്നോടൊപ്പം ആരും വഹിക്കും. നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട. ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ 1 മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശമായി പോയി എന്ന് കേൾപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സർവ്വത്തിനെയും നാഥായി നീക്കും. അവിടുന്ന് ഞാൻ പ്രവേശിക്കുമെന്ന് വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായ എന്തിനാരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടുന്നു. അവർ കണ്ടതുപോലെ തന്നെയാണ് നമുക്ക് സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായി നാം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എന്റെ ക്രോധത്താൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവരൊരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെ പിടിവിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കു ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു. വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാറുണ്ട്. മുൻപ് സുവിശേഷം ശ്രമിച്ചവരാകട്ടെ അനുസരണക്കേടിനോട് പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവിടെ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളെ ഇവിടെ കഠിനമാക്കരുത്. ദോഷ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തേക്ക് പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാപത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തന്റെ ജോലിയിൽ നിന്ന്
നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. പരിശുദ്ധ സുവിശേഷം 1-29 മുതലുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിന് പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേൽ വെളിപ്പെടുത്തുവാനാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. തമ്പുരാനെ അറിയുക, തമ്പുരാനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈശ്വരയുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബാംഗങ്ങളെ, സ്നാപയോഹന്നാൻ ഈശോയെ കാണിച്ചു കൊടുക്കുന്നു, ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത രീതികളിൽ നമ്മൾ തമ്പുരാനെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞ് ശിശുവായിരിക്കുമ്പോൾ തന്നെ അവരെ തമ്പുരാനെ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. തമ്പായി ഈശോ കൊടുത്ത് കുരിശു വരയ്ക്കുവാനുമായിട്ട് അവരെ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ വ്യത്യസ്ത രീതികളിൽ അവരെ പതുക്കെ ഒരു ശിശുവിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാറുണ്ട്. മറ്റൊരു വാക്യം പറഞ്ഞ ദൈവത്തെ കാണിച്ചു കൊടുക്കുകയാണ്. സ്നാപയോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമായി പറയുകയാണ്, ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇവനാണെന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളുണ്ട്. 1, ഇവൻ രക്ഷകനാണ്. 2, ഇവൻ ബലിയായി തീരേണ്ട കുഞ്ഞാടാണ്.
3, പാപം പൊറുക്കുവാനുള്ള ശക്തി ദൈവം തന്നെയാണ് ഇവൻ. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ് സ്നാപയോഹന്നാൻ. ഇതാ ലോകത്തിലെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നതിലൂടെ. സ്നാപയോഹന്നാനെ സംബന്ധിച്ചിടത്തോളം സ്നാപയോഹന്നാൻ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ആരാണ് എന്ന ബോധ്യം, എന്റെ ദൗത്യം എന്താണ് എന്ന ബോധ്യം. ഇവന് ഒരുക്കുവാനാണ്, വഴി കാണിച്ചു കൊടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന ബോധ്യം. ഇവൻ ആരാണ് എന്ന ബോധ്യവും സ്നാപയോഹന്നാനുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ ഇവനുണ്ടായിരുന്നു. ഞാൻ ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഇവൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് സ്നാപകൻ പ്രഖ്യാപിക്കുകയാണ്. സ്നാപയോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ഇളയമ്മയുടെ മകനാണ് സ്നാപയോഹന്നാൻ. 6 മാസം മുമ്പേ ജനിച്ചവനാണ് സ്നാപയോഹന്നാൻ. എന്നിരിക്കും സ്നാപയോഹന്നാൻ വ്യക്തതയുണ്ടായിരുന്നില്ല, ഇവനാണ് രക്ഷകൻ, ഇവന് വേണ്ടിയാണ് ഞാൻ വഴിയൊരുക്കുന്നത് എന്ന്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ആരുടെ മേൽ അവസ്ഥിക്കുന്നത് നീ കാണുന്നു, അവനാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്നാപകയോഹന്നാൻ വ്യക്തമായി പറയുകയാണ്, സൂചിപ്പിക്കുകയാണ്, എനിക്ക് ശേഷം ജനിച്ചവനായിരുന്നുവെങ്കിലും ഇവൻ അനാദി മുതൽ ദൈവമായിരുന്നു, ദൈവത്തോടു കൂടിയുള്ളവനായിരുന്നു എന്ന്. സ്നാപയോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യമുണ്ടായിരുന്നു, ഇവൻ ദൈവപുത്രനാണ് എന്ന ബോധ്യം. ആ ബോധ്യമാണ് അവൻ സാക്ഷ്യമായി പറയുക. സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും, കൂടെയുള്ളവൻ ആരാണ് എന്ന് അറിയുവാനായി നമുക്ക് സാധിക്കണം. യേശുവിൽ ഞാൻ ആരാണ് എന്നാണ് ജനങ്ങൾ പറയുക. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയാണ് ശിഷ്യന്മാരിലൂടെ. പത്രോസ് പറയുകയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന്. ആ പത്രോസിന്റെ ആ വെളിപ്പെടുത്തൽ അത് തന്നെയാണ് സ്നാപയോഹന്നാനിൽ നിന്നും നമുക്ക് ലഭിക്കുക, ഇവൻ ദൈവപുത്രനാണ് എന്ന്. അതോടൊപ്പം തന്നെ എന്റെ ദൗത്യം എന്താണ് എന്ന്, യേശുവിന്റെ ദൗത്യം എന്താണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്നാനം കൊടുക്കുക എന്നതാണ് ദൗത്യം. എന്താണ് സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം? നമ്മുടെ ചിന്തയിലേക്ക് ആദ്യം വരിക സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം കുളിപ്പിക്കൽ എന്നതാണ്. വെറുതെ അത് തന്നെയാണോ അർത്ഥം എന്നറിയുവാനായിട്ട് സംശയം വരുമ്പോൾ നമ്മൾ ചോദിക്കുക ഭൂഗാമയോടാണ്. ഞാൻ ഒന്ന് ഭൂഗാമയോട് ചോദിച്ചു, സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന്. ഭൂഗാമ പറഞ്ഞു, ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുകയും ഇനി മുതൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നതാണ് സ്നാനം. ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിക്കുകയും ഇനി മുതൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നതാണ് സ്നാനം. സ്നാപയോഹന്നാൻ ദൈവജനത്തെ ഒരുക്കുകയായിരുന്നു, പശ്ചാത്തപിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു, വാക്കുമേടിക്കുകയായിരുന്നു, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട്. അത് ഒരുക്ക ശുശ്രൂഷയായിരുന്നു. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്നാനം നൽകുക പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പശ്ചാത്തപിച്ച് തമ്പുരാനോടൊപ്പം സഞ്ചരിക്കേണ്ട സമയം. അതോടൊപ്പം തന്നെ ധനകാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ധനകാലം സാക്ഷ്യപ്പെടുത്തുവാനുള്ള സമയമാണ്. യേശുവിനെ പരിചയപ്പെടുത്തി തന്നവരെയും യേശു തന്നെ തന്നെ പരസ്യപ്പെടുത്തിയതും ആയ സംഭവ വിവരങ്ങളാണ് സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുക. ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട്
ദൈവത്തെ അറിയണം. കൂടെയുണ്ടായിരുന്നവരെ വ്യക്തമായി തിരിച്ചറിയുവാനായിട്ട് സ്നാപയോഹന്നാൻ സാധിച്ചു. ഇത് ദൈവമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് സ്നാപയോഹന്നാൻ സാധിച്ചു. ഇത് ദൈവമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് പത്രോസ്ലീഹായ്ക്ക് സാധിച്ചു. ഇവൻ ദൈവമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നല്ല സാധിച്ചു. അങ്ങനെ ഒത്തിരിയേറെ പരാമർശങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ തിരിച്ചറിഞ്ഞവരെ കുറിച്ച്, അവർ ദൈവത്തിന് സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ അറിയുക, തമ്പുരാനെ അറിഞ്ഞ് തമ്പുരാനെ സാക്ഷ്യം നൽകുമ്പോഴാണ് അത് ജീവിതത്തിൽ വിവിധ മതാവുകളായിരിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ തമ്പുരാനെ സാക്ഷ്യം നൽകുമ്പോഴാണ് നാം തമ്പുരാനെ ധനഹായിൽ പങ്കുകാരായി തീരുക, പരസ്യ ജീവിതത്തിൽ പങ്കുകാരായി തീരുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യഥാർത്ഥമായി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി നിന്നോട് ലഭിച്ച വിശ്വാസത്തിലൂടെ സത്പ്രവർത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശ്വരസഭയുടെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാപ്പൻ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മെത്രാപ്പൊലീത്തയും മാധവസംഘത്തെയും മറ്റെയും ആത്മീയമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങൾ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴികളെ
ജീവഭാരവും ഉയരുന്ന എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Sagar
ഞങ്ങളെ അങ്ങ് കാരുണ്യാജകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധ
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ വിരോധവിധം എന്നോട് തോന്നണമേ. സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെയും നമ്മുടെ രക്ഷകനെയും നമ്മുടെ ഭക്ത്യാഗ്രഹങ്ങളോട് സമീപിക്കാം. അന്നത്തിലുള്ള അവസരങ്ങളോടെ അപരാധത്തെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ചുകൊണ്ടും സൗഹൃദത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അത് വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവിടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
കഴിഞ്ഞ ദിവസങ്ങളാഴ്ച 9,199 രൂപ, ഹിന്ദി കുർബാന 3,634 രൂപ, സെന്റ് ജോർജ് കുടുംബത്തിലായ സമർപ്പണം 340 രൂപ, 7ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും 1,050 രൂപ, സെന്റ് തോമസ് മാസവഴി 2,450 രൂപ. അടുത്ത ഞായറാഴ്ച ആദ്യ കുർബാനയ്ക്ക് ശേഷം വിശ്വാസപിതാവിൻ്റെ കൂട്ടുതിരുന്നാൾ പൊതുയോഗം പൂർണ്ണമാണ്. സെന്റ് ആന്റണീസ് സ്കൂൾ യൂണിറ്റിയെ കുറിച്ച് 3 മണിക്ക് ജോൺ പഴയപ്പറമ്പിൻ്റെ വസതി പഴയപ്പറമ്പിന് വേണ്ടി പള്ളിയിൽ പോകുന്നതായിരിക്കും. സെന്റ് തോമസ് യൂണിറ്റ് 5 മണിക്ക് കുന്നപ്പള്ളി പൗലോസ് കരുവയിൽ സമ്മേളിക്കുന്നതാണ്. 10-11 ക്ലാസ്സിലെ 2ാം സെമസ്റ്റർ വാർഷിക പരീക്ഷ അടുത്ത ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആയിരിക്കും. 1 പേർ എത്തിച്ചേരേണ്ടതാണ്. സെന്റ് വിൻസെന്റ് സൊസൈറ്റി കേരള ബീച്ചിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സരങ്ങളിൽ നമ്മുടെ ഇടവയിൽ നിന്ന് ആഷ്ലി ബീച്ചുകൂടിയിൽ പെയിന്റിംഗ് ജൂലിയ 3ാം സ്ഥാനവും, ശ്രീ ജോമൂലിൽ പ്രസംഗം സീരിയ 3ാം സ്ഥാനവും, ഡോക്ടർ ജോലി പുതുശ്ശേരി വിൻസെന്റ് ക്രിസ്തീയ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. അഭ്യർത്ഥനകൾ ക്രിസ്മസ് കരോളിയിൽ നിന്ന് ലഭിച്ച ഭാരത് സെന്റ് അൽഫോൺസ് യൂണിറ്റ് 5,780 രൂപ, സെന്റ് ആന്റണീസ് സ്കൂൾ യൂണിറ്റ് 5,700 രൂപ, സെന്റ് മേരീസ് സ്കൂൾ യൂണിറ്റ് 5,700 രൂപ, സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ യൂണിറ്റ് 2,250 രൂപ, സെന്റ് തോമസ് സ്കൂൾ യൂണിറ്റ് 1,500 രൂപ, സെന്റ് ജോസഫ് സ്കൂൾ യൂണിറ്റ് 8,410 രൂപ, സെന്റ് ജോർജ് സ്കൂൾ യൂണിറ്റ് 4,320 രൂപ. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ഐശ്വര്യത്തിന് പ്രത്യാശയായ മിശിഹായി സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. എപ്പോഴും